ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ റമദാൻ ഫസ്റ്റത്തെ നമ്മൾ എന്തൊക്കെ ഫുഡാണ് ഉണ്ടാക്കിയെന്ന് കാണാം. അപ്പോൾ ഇത് അത്താഴത്തിന് സാദാ ചോറും പിന്നെ പരിപ്പ് കറിയും പിന്നെ തരണ്ടി പൊരിച്ചതും ചീരവറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ഒരു ഉച്ച സമയത്ത് എണീറ്റിട്ട് പാത്രമൊക്കെ കഴുകാനുണ്ടായിട്ട് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് കഴുകി അതൊക്കെ ക്ലീനാക്കി. പിന്നെ കുറച്ച് ക്ലീനിങ് എല്ലാം ഉണ്ടായിന്, അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് 4 മണിക്ക് ആദ്യം നമ്മളെ സ്നാക്സിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ ഇന്ന് ഞാൻ ഇറച്ചിപ്പോള, അതായത് ഇറാനിപ്പോളയും പിന്നെ ഉള്ളിവടയും പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ വേഗം വെജിറ്റബിൾ കട്ടറിൽ വേഗം സവാള കട്ട് ചെയ്തെടുക്കലാണ്. അതിന് ശേഷം നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ, ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമില്ല, അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അരിഞ്ഞ് വെച്ച സവാളയും ഇഞ്ചിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം വഴറ്റി കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ 3 സവാളയാണ് എടുത്തത്. മീഡിയം സവാളയാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. അതുകൊണ്ട് 3 എടുത്തു. വലുതാണെങ്കിൽ 2 എടുത്താൽ മതി. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് നല്ലോണം വാട്ടിയെടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത് പിന്നെ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ഒരു മീറ്റ് മസാല, ഏത് മീറ്റ് മസാല ആയാലും കുഴപ്പമില്ല, അത് ഇട്ട് കൊടുക്കുക. ഞാൻ ചിക്കൻ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായത്. അതങ്ങനെ കഴിഞ്ഞിട്ട് ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിന്. അതപ്പോൾ ഞാൻ ഇതുപോലെ കൈ കൊണ്ടാണ് നുള്ളി എടുക്കുന്നത്. മിക്സിയിൽ അടിച്ചാൽ അത്ര ടേസ്റ്റ് കിട്ടൂല. അതുകൊണ്ട് ഞാൻ ഇതുപോലെ കൈ കൊണ്ട് തന്നെ നുള്ളി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. അതിന് മുന്നേ ഞാൻ കറിവേപ്പില, മല്ലിയില, പച്ചമുളക് ലാസ്റ്റോട്ടാണ് ഇട്ട് കൊടുത്തത്. ആദ്യമേ ഇടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ലാസ്റ്റോട്ടാണ് ഇട്ട് കൊടുത്തത്. എന്തായാലും പോള ഉണ്ടാക്കുമ്പോൾ അത് വെന്തോളും. അപ്പോൾ അങ്ങനെ ഇതാ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി മസാലയുടെ ആവശ്യമുണ്ടായിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കലാണ്. ചിക്കൻ ഇതുപോലെ ആക്കിയത് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് വേവിച്ചതാണ്. അപ്പോൾ അത് നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ, പിന്നെ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ, പിന്നെ 6 മുട്ട, അങ്ങനത്തെ രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആവുകയുണ്ടെങ്കിൽ ഈ കപ്പ് മൈദക്ക് ഒരു 8 മുട്ടയെങ്കിലും എടുത്താൽ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ 6 മുട്ട, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ, പിന്നെ 1 കപ്പ് മൈദ, അങ്ങനത്തെ രീതിയിലാണ് എടുത്തത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. അത് ഗീ ആയാലും ഏതായാലും കുഴപ്പമില്ല. ഗീ ആകുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവും, പിന്നെ ബട്ടർ ആണെങ്കിൽ അതിലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഗീയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ച ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും ഇത് ഉണ്ടാക്കാൻ. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ ഈ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ അല്ലെങ്കിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ അടിച്ചതിന് ശേഷം ഈ മസാല ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അതും ഭയങ്കര ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ മേലയിൽ മസാല ചേർത്ത് കൊടുത്തിട്ട് ബാക്കി ബാറ്ററും കൂടി ഒഴിച്ച് കൊടുക്കുക. ആദ്യമേ ഫുൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. ആദ്യം കുറച്ച് 3/4 കടം ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മസാല ഇട്ട് കൊടുത്തിട്ട് ഈ ബാറ്ററും കൂടി കുറച്ചും കൂടിയുള്ള ബാറ്ററും കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ 1000-ൽ ഇട്ടിട്ടുണ്ട്. ഇനി 300-ൽ വെച്ചിട്ട് ഞാനൊരു 20 മിനിറ്റ് വെച്ചിട്ടാകുമ്പോൾ നല്ല പോള റെഡിയാവും. അപ്പോൾ ഇറച്ചിപ്പോള അല്ലെങ്കിൽ ഇറാനിപ്പോള എന്ന് പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പണി ഈസിയാണ്. അപ്പോൾ ഉണ്ടാക്കാനുള്ള കുറച്ച് ടൈം മാത്രമേ വേണ്ടൂ, ഒരു 10 മിനിറ്റ് അത്രയേ വേണ്ടൂ. പിന്നെ വെളിച്ചെണ്ണ അതൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കിയിട്ട് എടുക്കുകയും ചെയ്യാം. ഉണ്ടാക്കാൻ വെച്ചതിന് ശേഷം ഞാൻ കറി ഉണ്ടാക്കാൻ പോലാണ്. വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് ഒന്ന് സോൾട്ട് ചെയ്തതിന് ശേഷം മസാലപ്പൊടികളും എല്ലാ പൊടികളും ഇട്ട് കൊടുത്ത് എന്നിട്ട് ഞാൻ മാഗ്നറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഇടയിൽ പഴംപൊരിൻ്റെയും ഉള്ളിവടേൻ്റെ എല്ലാം കൂട്ട് റെഡിയാക്കലാന്ന്. അപ്പോൾ അത് റായിയാണ്, ബ്രദറിൻ്റെ വൈഫാണ് ഉണ്ടാക്കുന്നത്. ഓള് ബാറ്ററെല്ലാം റെഡിയാക്കി വെച്ചെടുത്താണ്. എന്നിട്ട് ഞാൻ പൊരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അവൾ പഴംപൊരീൻ്റെ ഇതേപോലെ മൈദപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് പഞ്ചസാരയും ആവശ്യത്തിന് ചേർത്തിട്ട് നല്ലോണം കലക്കി എടുത്തിട്ട് നമുക്ക് പിന്നെ പഴംപൊരി ഉണ്ടാക്കാവുന്നതാണ്.
അതിൻ്റെ ഇടയിൽ ഞാനിതാ പോള റെഡിയായാൽ നോക്കുമ്പോൾ നല്ല പോള റെഡിയായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കലാണ്. അങ്ങനെ നല്ല നമ്മളെ പോള റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിന് ശേഷമുള്ള ഫോട്ടോയും പിക്കൊന്നും എടുത്തിട്ടില്ല, പിന്നെ വിട്ടുപോയി. പിന്നെ നോമ്പ് തുറക്കേണ്ട സമയമായതുകൊണ്ട് പിന്നെ ഇതാ തേങ്ങ അരച്ച് വറുത്തരച്ച കറിയാന്ന് പറഞ്ഞില്ലേ, ചിക്കൻ കറി. അതിന് വേണ്ടിയിട്ട് തേങ്ങ, വലിയ ജീരകം, വെളുത്തുള്ളി, ഉലുവ, കറാമ്പട്ട, ഏലക്കായ്, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുള്ള, ഇഞ്ചി ഇട്ടിട്ടില്ല. പിന്നെ കറിവേപ്പില, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ലോണം വറുത്തെടുത്തിട്ട് അരച്ചിട്ട് ഒഴിക്കുക. അത്രയേ ഉള്ളൂ കറിൻ്റെ ഇത്. പിന്നെ ഇത് ഉള്ളിവട എല്ലാം ഉണ്ടാക്കി എടുക്കലാണ് പെട്ടെന്ന്. പിന്നെ ഉമ്മ ഉറോട്ടി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നന്നാരി സർബത്ത് കലക്കി വെക്കുന്നുണ്ട് അവൾ. പിന്നെ ആപ്പിൾ ജ്യൂസും കൂടിയാണ് റെഡിയാക്കിയിട്ടുള്ളത്. ആപ്പിൾ ജ്യൂസ്, നന്നാരി സർബത്ത്, പഴംപൊരി. ഇതാ പഴംപൊരി ഉണ്ടാക്കിയെടുക്കലാണ്. ഉള്ളിവട, പിന്നെ പോളി, ഇറച്ചിപ്പോളിയും കൂടിയിട്ടാണ് ഉണ്ടാക്കിയത് ഇന്നത്തെ. അത്രേ ഉള്ളൂ. പിന്നെ ഒറോട്ടിയും ചിക്കൻ കറിയും. എല്ലാവരും ഉള്ളതുകൊണ്ട് കുറച്ചധികം പഴംപൊരിയും ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മുത്തായത്തിൻ്റെ സമയത്ത് നമ്മൾ എന്തായാലും കഴിക്കുമല്ലോ, അതുകൊണ്ട് പിന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കലാണ്. പിന്നെ അത്തായത്തിന് വേണ്ടിയുള്ള ഒറോട്ടിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് റമളാൻ 30 ഇതുപോലെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്തായാലും എടുത്തിട്ട് ഞാൻ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.